അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയലാണ് നമ്മുടെ സിസ്റ്റം എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കുറച്ച് IDs ഡൗൺലോഡ് ചെയ്യാനുണ്ട്, റൺ ടൈം എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ലിനക്സ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം നോക്കാൻ പോകുന്നത്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കണ്ട് പഠിക്കാൻ പറ്റും. ഒന്ന് ഓൺലൈൻ കമ്പൈലേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഓൺലൈൻ കമ്പൈലർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമുക്ക് കുറേ മൾട്ടിപ്പിൾ കമ്പൈലേഴ്സ് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്തെടുക്കുക, ഏതെങ്കിലും ഒരു ഓൺലൈൻ കമ്പൈലർ എടുക്കുക, ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് കോഡിംഗ് കൊടുക്കുക, അതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു script.js എന്നുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കൺസോളിൽ കാണിച്ചു തരും. അതുപോലെ ഒരു വെബ് പേജിൽ അതെങ്ങനെ കാണുക എന്നുള്ളത് ഇവിടെയും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ട്യൂട്ടോറിയൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ട്യൂട്ടോറിയൽ പറയുന്നത് ഒരു VS കോഡ് എന്നുള്ള നമ്മളൊരു ID ഇൻസ്റ്റാൾ ചെയ്തിട്ട് IDയിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഈ IDയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സജഷൻസും ഓട്ടോ കറക്ഷൻസും ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതാൻ നോട്ട് പാഡ് ആയാലും നമുക്ക് അതിലും പ്രോഗ്രാം ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ID യൂസിൻ്റെ ഗുണം അത് നമുക്ക് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാം, അതുപോലെ കുറേ സജഷൻസ് കിട്ടും എന്നുള്ളതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ട്യൂട്ടോറിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന ID എന്ന് പറയുന്നത് VS കോഡ് ആയിരിക്കും. അപ്പോൾ അത് ലിനക്സിലോട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്രൗസർ എടുത്തിട്ട് VS കോഡ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് VS കോഡിൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റ് കാണാൻ പറ്റും, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ടാവും എത്തുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് .db എന്നുള്ളൊരു ഫയൽ കാണാൻ പറ്റും. അതായത് നമ്മൾ ലിനക്സിലോട്ടുള്ളൊരു വേർഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, നേരെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക, അത് നേരെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലിനക്സിൽ ഇത് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒന്ന് ഓൾറെഡി ഒരു ഇൻസ്റ്റാളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെർമിനൽ വെച്ചിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ Ctrl+Alt നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇനി ജസ്റ്റ് LS എന്നുള്ള കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സിസ്റ്റത്തിലുള്ള എല്ലാ ഫോൾഡേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഡൗൺലോഡ്സ് എന്നൊരു ഫോൾഡറിലായിരിക്കും. സോ CD സ്പേസ് ഡൗൺലോഡ്സ് എന്നതിൽ പോവുക. അപ്പോൾ നമ്മൾ നേരെ ഡൗൺലോഡ്സിലോട്ട് മാറിയിട്ടുണ്ട്. അവിടെ LS എന്നുള്ള കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫയലിൻ്റെ പേരുടെ കാണാൻ പറ്റും. ഈ കോഡ് 1.99 ഈ ഒരു ഫയൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള VS കോഡിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ ഡൗൺലോഡ് ചെയ്തില്ല ആ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് sudo dpkg-i എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആ ഫയലിൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കോഡ് എന്നാണ്. പിന്നെ നമ്മൾ ടാബ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെക്കമെൻഡേഷൻസ് വരും, അത് ഓട്ടോ ഫിൽ ആവും. അത് കൊടുക്കുക, പേര് ആ പാക്കേജിൻ്റെ പാത്ത് കൊടുക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. പാസ്വേഡ് ചോദിക്കും, നമ്മൾ അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് നമ്മുടെ പാക്കേജ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ VS കോഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ VS കോഡിന് ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ പോവുക, VS കോഡിനൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇവിടെ കാണാൻ പറ്റും, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ VS കോഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്കിവിടെ കുറച്ച് ഐക്കൺസ് കാണാൻ പറ്റും, എക്സ്പ്ലോറർ, അതുപോലെ അവസാന എക്സ്റ്റൻഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്ലോറർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ ഫോൾഡർ എന്നുള്ളത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കുകയാണ്, ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാതും ആ ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് കാണാം. ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫയൽസും അവിടെ തന്നെ ഉണ്ടാവും. നമുക്കിതിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫയലിൻ്റെ ഐക്കണിൽ ഒരു പ്ലസ് ബട്ടൺ ആയിട്ട് ഐക്കൺ കാണിക്കും, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, ജസ്റ്റ് index.html എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് HTML ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൽ സജഷൻസ് വരുന്ന കാണും. അപ്പോൾ ഇതാണ് ഒരു ID യൂസിൻ്റെ ഗുണം. അപ്പോൾ HTML5 സെലക്ട് ചെയ്ത് തന്നെ ഒരു ബോയിലർ പ്ലേറ്റ് കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും കാണിക്കണം. ഇപ്പോൾ H1 ഇപ്പോൾ നമ്മളൊരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം, prototype എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു വൈറ്റ് ഡോട്ട് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ സേവ് ആകത്തണം. ഒന്നെങ്കിൽ നമുക്ക് Ctrl+S അടിച്ച് സേവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫയൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അത് ഓട്ടോ സേവ് ആയിക്കോളും. അത് പിന്നെ നമുക്ക് ആ വൈറ്റ് ഔട്ട് പിന്നെ അവിടെ മുകളിൽ കാണാൻ പറ്റില്ല. നമുക്ക് ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫയലിൽ പോവുക, എന്നിട്ട് ഓപ്പൺ ഫയൽ എന്നുള്ള കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഓപ്പൺ ആവും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കൂടെ കാണാൻ പറ്റും നമ്മളിവിടെ കൊടുത്ത ടെക്സ്റ്റ്
അവിടെ വന്നിട്ടുണ്ട് പ്രോട്ടോടൈപ്പ് എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റ് വരുത്തി വെക്കാം. ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ പ്രോട്ടോടൈപ്പ് JS ട്യൂട്ടോറിയലിന് കൊടുക്കാം. അത് അപ്പുറത്ത് വരുന്നുണ്ടോ നോക്കാം. പക്ഷെ നമ്മളെ ഫയലിൽ ഒന്നുകൂടെ പോവാം. പക്ഷെ അത് വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം ഫയൽ. നമ്മളിവിടെ ചെയ്ത് ചേഞ്ച് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഫയൽ റിഫ്രഷ് ചെയ്യണം. അപ്പോൾ എല്ലാ സമയം നമ്മൾ ചേഞ്ചസ് ഇതേപോലെ എങ്ങനെ ഓരോ പ്രാവശ്യം കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് VS Codeന് അവസാനം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ എന്നൊരു പോർഷൻ കാണാൻ പറ്റും. ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൈവ് സെർവർ എന്നുള്ളൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഒന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലൈവ് സെർവർ എടുക്കുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നമ്മുടെ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫയലിൽ പോയിട്ട് ഫയലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫസ്റ്റ് ലിങ്ക് കാണാൻ പറ്റും, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ളത്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമുക്കിവിടെ വന്നിട്ടുണ്ട്, അത് ഓപ്പണായി വന്നിട്ടുണ്ട് നമ്മുടെ ലൈവ് സെർവറിൽ ഓപ്പണായിട്ട്. ഇനി നമുക്കിവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി നോക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ റിഫ്രഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇതിന് വേണ്ടി നമ്മൾ ലൈവ് സെർവർ എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്ത്, അതുപോലെ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു JS ഫയൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു script.js എന്നുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് JS ഫയലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ നമ്മൾ HTML ക്രിയേറ്റ് ചെയ്തപ്പോൾ .html കൊടുത്തു, അതുപോലെ JavaScriptന് .js എന്നുള്ളത്. അപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കൊരു കൺസോൾ കൊടുത്തു നോക്കാം. കൺസോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സിയും ജാവ കണ്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രിൻ്റ് അതുപോലെ ജാവയിൽ system.out.println ഇതൊക്കെ എഴുതുന്ന പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ ഒരു സംഭവത്തിനെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് console.log എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്തെങ്കിലും ഒരു നമ്പർ കൺസോൾ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കിയ നമ്മുടെ ബ്രൗസറിൽ പോവുക. അതിൻ്റെ മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് script.js നമ്മുടെ HTML ഫയലായിട്ട് എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രിപ്റ്റ് SRC എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയലിൻ്റെ പേര് ഇവിടെ സജഷൻ വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബ്രൗസറിൽ പോവാം. എന്നിട്ട് ബ്രൗസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇൻസ്പെക്ട് എന്നുണ്ടാവും. ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺസോൾ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നേരത്തെ അതായത് നമ്മുടെ സ്ക്രിപ്റ്റ് ഫയലിൽ കൊടുത്ത console.logൽ കൊടുത്ത 1 അവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ആ മെസ്സേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോകേണ്ട ആ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മൾ 1 ഉള്ളത് 1 2 3 എന്നാക്കി നോക്കാം. എന്നിട്ട് ബ്രൗസറിൽ പോവുക. ആ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റും ജസ്റ്റ് 1 2 3 ആ വാല്യൂ ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെയും ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ അതായത് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിന് സ്ക്രിപ്റ്റ് കണക്ട് ചെയ്യുക, എന്നിട്ട് ആ സ്ക്രിപ്റ്റിൽ ചെയ്യുന്ന എല്ലാ കോഡിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കിവിടെ ബ്രൗസറിൽ വന്ന് അതിൻ്റെ കൺസോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ കൺസോൾ മാത്രമല്ല കേട്ടോ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് റൺ ചെയ്യാൻ പറ്റും. അത് console.log നമ്മളവിടെ കൊടുത്ത അതേ കമാൻഡിന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും സ്പെല്ലിങ് മിസ്റ്റേക്കാണ്. ജസ്റ്റ് console.log നമ്മളവിടെ കൊടുത്ത അതേ കമാൻഡ് തന്നെ ഇവിടെയും കൊടുക്കും. അത് റൺ ചെയ്താലും നമുക്ക് ഇവിടെ പ്രോപ്പർ ഔട്ട്പുട്ട് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് റൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഇത് ജാവാസ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റും. അത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എഴുതിയപ്പോൾ അതിലൊരു കൺസോൾ ഇട്ട് അടുത്തൊരു കൺസോൾ നമ്മൾ എഴുതിയിട്ട് ആ ഒരു കൺസോൾ അങ്ങനെ കുറേ സ്പേസ് ഇട്ടൊരു കൺസോൾ ഇട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു കൺസോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്പേസ് മാറ്റി മൂന്ന് രീതിക്ക് നമ്മൾ വെച്ചെന്നൊക്കെ വിചാരിക്കും. അതായത് ഒരു ഫോർമാറ്റിലാണ് വെച്ചെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ എഴുതിയ കോഡിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. നോർമലി നമ്മളെല്ലാ കമ്പനീസിനും സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണ് Prettier എന്ന് പറഞ്ഞിട്ട്. Prettier എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ അതെടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ നേരെ കോഡിൽ പോവുക, ഇതൊന്ന് ക്ലോസ് ചെയ്യുക, നേരെ സ്ക്രിപ്റ്റിൽ പോവുക. എന്നിട്ട് ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഫോർമാറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കോൺഫിഗർ ചെയ്യേണ്ടി വരും. കോൺഫിഗർ കൊടുക്കുക. ഇവിടെ നമ്മൾ Prettier സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ കൺസോൾ 3 ഒരുപോലെ ഡോക്യുമെൻ്റ് ചെയ്ത് പ്രോപ്പർ സ്ട്രക്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 2 എക്സ്റ്റൻഷനും വളരെ യൂസ്ഫുള്ളാണ് നമ്മളൊരു പ്രൊജക്റ്റിൽ ഇരിക്കുന്ന സമയത്ത്. ഒന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ ലൈവ് സെർവർ നമ്മൾ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ചെയ്യുന്ന എല്ലാ ചേഞ്ചും അതേപോലെ തന്നെ ബ്രൗസർ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ പറഞ്ഞ എക്സ്റ്റൻഷനാണ് Prettier. നമ്മൾ എഴുതുന്ന എല്ലാ കോഡും പ്രോപ്പറായിട്ട് Prettier എന്ത് ചെയ്ത് തരും, ഡോക്യുമെൻ്റ് ചെയ്ത് തരും.
അതായത് പ്രോപ്പർ സ്ട്രക്ചർ ആക്കി തരും, കാണാൻ ഒരു വൃത്തി ഉണ്ടാവും കാണുമ്പോൾ. അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ വരുന്നൊരു കോഡ് നമ്മൾ അപ്പുറത്തെ ബ്രൗസറിൽ പോയി, അതായത് ഇൻസ്പെക്ട് എടുത്തു, എന്നിട്ട് കൺസോളിന് ഔട്ട്പുട്ട് നോക്കി, അല്ലെങ്കിൽ കൺസോളിൽ കോഡ് ടൈപ്പ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒട്ടും കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്, ഈ ട്യൂട്ടോറിയൽ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ പോകുന്നത് വേറൊരു റൺ ടൈം എൻവയോൺമെൻ്റ് ആണ്, അതായത് Node.js എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്താ, Node.js എന്താണെന്നുള്ള കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പോൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കാൻ ഈ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ള ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന ബ്രൗസറിലാണ്, അതിന് പകരം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നതാണ് Node.js എന്ന് പറയുന്നത്. ഈ Node.js എന്താ, റൺ ടൈം എൻവയോൺമെൻറ്റ് എന്നുള്ളത് നമ്മൾ ഈ പോകെ ട്യൂട്ടോറിയൽ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഈ Node.js ഇൻസ്റ്റാൾ ചെയ്യുക, VS Code സെറ്റപ്പ് ചെയ്യുക, ഇപ്പോൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക, ജസ്റ്റ് ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇപ്പോൾ Node.js ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഈ Node.js എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ഓൾറെഡി ഉള്ളതാണ്, നമ്മൾ പാക്കേജ് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ sudo apt install Node.js കൊടുത്താൽ തന്നെ നമുക്കത് കിട്ടും. ജസ്റ്റ് പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ Node.js ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇപ്പോൾ Node.js ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് Node-v എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നോഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നോഡിൻ്റെ വേർഷൻ പ്രോപ്പറായിട്ട് കാണിക്കും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുള്ള വേർഷൻ 12.22.9 എന്നുള്ള വേർഷനാണ്. അപ്പോൾ നോഡ് നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾ VS Code ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, VS Code ഒന്ന് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് റീ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷനിൽ VS Code ഒന്ന് സെർച്ച് ചെയ്യുക, VS Code ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബ്രൗസറിൽ പോകും, ബ്രൗസറിൽ നിന്ന് എടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മളിവിടെ ഇവിടെ തന്നെ ഒരു Node.js എൻവയോൺമെൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫയലിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ഇൻ ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് താഴെ തന്നെ ഒരു ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിൻ്റെ ആണോ അത് റൺ ചെയ്യേണ്ട ഫയൽ അവിടെ കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ആ പാത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ടെർമിനൽ ഓപ്പൺ ആവും. അതല്ലാത്ത രീതിയിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഈ ടെർമിനൽ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടും ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ ആയിരിക്കും ഇവിടെ പാത്ത് വരിക, അപ്പോൾ നമ്മൾ അത് ചേഞ്ച് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഫയലിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ പാത്തിൽ ആ ടെർമിനൽ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നോഡ് സ്പേസ് നമ്മുടെ ആ ഫയലിൻ്റെ പേരെന്താണോ അത് കൊടുക്കുക, script.js എന്നുള്ളത്. ഇപ്പോൾ നിറ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. നമ്മുടെ ഫയൽ നെയിമിൻ്റെ ഫസ്റ്റ് എസ് ക്യാപ്സ് ആയിരുന്നു. ഇപ്പം ചേഞ്ച് ചെയ്യുക, റൺ ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോഴത്തെ 3 കൺസോളും 1 2 3 എന്നുള്ള 3 കൺസോളും കൂടെ കാണാൻ പറ്റും. ഇനി ഇതിനകത്ത് എന്ത് ചേഞ്ച് വരുത്തിക്കഴിഞ്ഞാലും ഇത് റൺ ആവുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ഔട്ട്പുട്ടാണോ വരുന്നതെന്ന് അറിയാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ടെർമിനലിൽ തന്നെ ഈ അപ്പാരോ അടിച്ച് നമ്മൾ തൊട്ട് മുമ്പ് അടിച്ച കമാൻഡ് കിട്ടും, ജസ്റ്റ് അത് അടിക്കുക, റൺ ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഈ രീതിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ട്യൂട്ടോറിയൽ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ രീതിക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് നോക്കിയാൽ ലിനക്സ് ആണെങ്കിൽ ഇതുപോലെ ചെയ്യുക. ഇനി അതല്ല മാക്കോ വിൻഡോസ് ഏതെങ്കിലുമാണ് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ സമയത്തോ അല്ലെങ്കിൽ പ്രോപ്പർട്ട് ഇൻസ്റ്റാൾ ആവുന്നില്ല, പ്രോപ്പർട്ട് വർക്ക് ആവുന്നില്ല എന്നുള്ള എന്തെങ്കിലും കേസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കണക്ട് ചെയ്യുക, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. പിന്നെ ആ സപ്പോർട്ട് ഗ്രൂപ്പിലോട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾ JS ട്യൂട്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഒരു കോർണറിലായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ റീഡയറക്റ്റ് ആവുന്ന നമ്മുടെ ഈ സപ്പോർട്ട് ഗ്രൂപ്പിലോട്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്യാം. നമ്മുടെ ടീം 24/7 അവിടെ സപ്പോർട്ടിനുണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.